നമസ്തേ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് കർക്കിടക മാസത്തിൽ അസുഖങ്ങളും അപകടങ്ങളും ശാരീരിക അസ്വസ്ഥതകളും കൂടുതൽ? കർക്കിടക മാസത്തിൽ പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ മഴ, ഇടയ്ക്കിടെ ചൂട്, വെയിൽ, ഇങ്ങനെയുള്ള ഒരു മാറ്റം നടക്കുന്നുണ്ട്. ആ സമയം മനുഷ്യൻ്റെ ശരീരത്തിലും പ്രകൃതിയിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും മനുഷ്യൻ്റെ ശരീരത്തിലും സംഭവിക്കും. അതിൻ പ്രകാരം മനുഷ്യൻ്റെ ശരീരത്തിൽ ജലതത്വം അധികരിക്കുകയും അവിടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ നമ്മുടെ ശരീരം പുറന്തള്ളുവാൻ ശ്രമിക്കും. ആ സമയം അഗ്നിബലം കുറവായിരിക്കും. അഗ്നിബലം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദഹന സംബന്ധമായ കാര്യമാണ്. അതായത് ജഠരാഗ്നി കുറഞ്ഞ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നാം മുരിങ്ങ കഴിക്കുമ്പോൾ, മുരിങ്ങ ഇലയോ മുരിങ്ങക്കായോ കഴിക്കുമ്പോൾ വയറിളക്കമോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ സംഭവിക്കുന്നു. അതിൽ ഇരുമ്പ് അംശം കൂടുതലാണ്. ഇതിനെ വളരെയേറിയ അഗ്നിയിൽ ദഹിപ്പിക്കുവാൻ സാധിക്കും. അതായത് ജഠരാഗ്നി ഉയർന്ന നിലയിൽ വർത്തിക്കുമ്പോൾ മാത്രമേ ഈ മുരിങ്ങക്കായ അല്ലെങ്കിൽ മുരിങ്ങയില ഇരുമ്പ് അംശമുള്ള ഏതും ദഹിപ്പിക്കുവാൻ ശരീരത്തിന് സാധിക്കുകയുള്ളൂ. ഈ ജലതത്വം ശരീരത്തിൽ വരുമ്പോഴാണ് പലർക്കും വേദനയുടെ അളവും കൂടുന്നത്. മനുഷ്യൻ ഓരോരോ തത്വങ്ങളിൽ ഇരുന്നാൽ അവൻ്റെ വേദനകൾക്കും വ്യത്യാസമുണ്ടാവും. ജലതത്വം, പൃഥ്വിതത്വം, ഇതിലൊക്കെ ഇരിക്കുന്നവർക്ക് വേദനകളും അസ്വസ്ഥതകളും കൂടുതലാണ്. എന്നാൽ വായുതത്വം, അഗ്നിതത്വം, യഥാർത്ഥത്തിൽ അഗ്നിതത്വത്തിലേക്ക് എത്തുന്ന ഒരു മനുഷ്യനാണ് വേദനകൾ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നത്. നമ്മുടെ യോഗ വിദ്യകളിൽ ഈ അഗ്നിതത്വത്തിലേക്ക് എത്തുവാനുള്ള നിരവധി മാർഗങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. കർക്കിടക മാസങ്ങളിൽ വാഹനാപകടങ്ങളും മറ്റും, അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നുള്ള വീഴ്ചകൾ, വെറുതെ നിൽക്കുമ്പോൾ തന്നെ മറിഞ്ഞു വീഴുന്നു, അപകടം പറ്റുന്നു, ഇങ്ങനെയുള്ള ഒരു സാധാരണമായ അപകട വാർത്തകൾ നാം കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? പ്രകൃതിയിലുണ്ടാകുന്ന ഈ മാറ്റത്തോടെ നമ്മുടെ ശരീരത്തിൽ മാറ്റം സംഭവിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സമയം അവരുടെ ശ്രദ്ധ കുറയുകയും ഈ ശ്രദ്ധ കുറയലിൻ്റെ ഭാഗമായിട്ടാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ശാരീരികമായ അസ്വസ്ഥതകൾ തോന്നുമ്പോൾ നമ്മുടെ ശ്രദ്ധ തീർച്ചയായും കുറയാനുള്ള സാധ്യതയുണ്ട്. ഒരു ക്ഷീണാവസ്ഥ ഈ മാസങ്ങളിൽ പൊതുവെ കാണാവുന്നതാണ്. അശ്രദ്ധ വളരെയധികം കൂടുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. ചിലർ ഇതിനെ പിതൃശാപമോ പിതൃകോപമോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സംഭവിക്കാവുന്നതാണ്. കാരണം ഐസ് കട്ട നാം ചൂടാക്കി കഴിഞ്ഞാൽ അത് നീരാവിയായി മാറും. എന്ന് വെച്ച് വെള്ളം, ജലത്തിൻ്റെ ഒരു ഖരരൂപമാണല്ലോ ഐസ് കട്ട. അത് നീരാവിയായപ്പോൾ അത് നീരാവിയായി അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയല്ലേ. അപ്പോൾ ആത്മാവില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും? ഏതായാലും ഇതിനേക്കാൾ ഉപരിയായി ഈ മാസത്തിൽ ഇത്തരത്തിൽ വലിയ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഭക്ഷണം വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഭക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നിരീക്ഷിച്ചാൽ അറിയാനാകും, ഈ മാസങ്ങളിൽ വെള്ളം നാം അധികം കുടിക്കുവാനുള്ള ഒരു താല്പര്യം കുറച്ചായിരിക്കും കാണിക്കുക. എല്ലാവരുടെ കാര്യത്തിലുമല്ല, എന്നാൽ മറ്റ് മാസങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ
ഈ മാസങ്ങളിൽ വെള്ളം വളരെ കുറച്ച് കുടിക്കുവാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് പലരുടെയും ശരീരം കാണിക്കുന്നത്. ഈ സമയം നമ്മുടെ ശരീരത്തെ ചൂട് പിടിപ്പിക്കുന്ന പ്രവൃത്തികളാണ് നാം ചെയ്യേണ്ടത്. അതിനാണ് ചൂട് ആയുർവേദ ഔഷധ എണ്ണകളിൽ ഉള്ള പഞ്ചകർമ്മ തെറാപ്പി. ഇനി നിങ്ങൾക്ക് തന്നെ വേണമെങ്കിലും വീടുകളിൽ സ്വന്തമായി ആയുർവേദ എണ്ണകൾ വാങ്ങി അവയെ ചെറിയ ചൂട് ആക്കിയതിന് ശേഷം ശരീരത്തിൽ തിരുമ്മി രക്തയോട്ടം വർദ്ധിപ്പിക്കാവുന്നതാണ്. ഷുഗർ ബാധിച്ചവർ നിശ്ചയമായും ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി ഈ മാസങ്ങളിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് അവർക്ക് രക്തയോട്ടം വളരെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുവാനും അതുവഴി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനും സാധിക്കും. അലർജി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കടുക് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. കടുക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ കടുക് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, കടുകെണ്ണ എന്നിവ ഉപേക്ഷിക്കുക. അണുതൈലം ഉപയോഗിച്ച് ഓരോ തുള്ളി നിങ്ങളുടെ മൂക്കിൻ്റെ ഇരുദ്വാരങ്ങളിൽ കുറേശ്ശെ ലേപനം ചെയ്യുക. ഇത് പുറത്തുനിന്നുള്ള അണുക്കൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്വാസം വഴി കയറുന്നതിനെ തടയുന്നു. ഇങ്ങനെ നിങ്ങളാൽ കഴിയുന്ന വളരെ ശ്രദ്ധയോടെ ജീവിത രീതി തിരഞ്ഞെടുത്ത് ഭക്ഷണത്തിലും വ്യായാമത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് വളരെ ആയാസകരമല്ലാത്ത ലഘുവായ യോഗ പോലുള്ള ചെറിയ വ്യായാമങ്ങൾ, യോഗയിലും കഠിനാസനങ്ങൾ ധാരാളമുണ്ട്, എങ്കിലും യോഗാസനങ്ങളിൽ വളരെ ആയാസം കുറഞ്ഞ രീതിയിലുള്ളവ തിരഞ്ഞെടുത്ത് സൂര്യ നമസ്കാരമൊക്കെ എല്ലാവർക്കും ചെയ്യാം. ഞങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിനുള്ളിൽ സൂര്യനെ ഉദിപ്പിക്കുന്നതാണ് സൂര്യ നമസ്കാരം. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ തിരഞ്ഞെടുത്ത് ചെയ്ത് ഈ കർക്കിടക മാസം വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം.